ഭാഗത്തുനിന്നോ രണ്ടത്താണിയിൽ നിന്നും അതുപോലെ തന്നെ ഒതുക്കുങ്കൽ ഭാഗത്തു നിന്നൊക്കെ ചില മുസ്ലിയാക്കന്മാരാണ്, ചില ചെറിയ ചെറിയ മുസ്ലിയാക്കന്മാർ. ഈ കേരളത്തിൽ പ്രവർത്തിച്ച് പാരമ്പര്യമില്ലാത്ത, ഇവിടുത്തെ മഹല്ലുകളിൽ പ്രവർത്തിച്ച് പാരമ്പര്യമില്ലാത്ത, ഇവിടുത്തെ സമസ്തയിൽ പ്രവർത്തിച്ച് പോലും അധികം കാലം കഴിഞ്ഞിട്ടില്ലാത്ത ചെറിയ ലൊട്ടു മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാക്കന്മാർ വന്നിട്ട് ലബ്ബയോട് സംശയം ചോദിക്കാൻ കരാറെഴുതണം, വാദപ്രതിവാദത്തിന് കരാറെഴുതണം. അവര് ലബ്ബ പറഞ്ഞു തീർച്ചയായും ഞാൻ തയ്യാറാണ്. എങ്ങനെ കരാറ്? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കരാറ്. ഞങ്ങൾ 10 പേരുണ്ട്, 10 പേര് ഞങ്ങളുണ്ടാവും, നിങ്ങൾക്കും 10 പേരുണ്ടാവും. പക്ഷേ 10 പേരിൽ 9 ആളുകളും ഷഡൗൺ മിണ്ടാതിരുന്നുകൊള്ളണം, അനങ്ങാൻ പാടില്ല. ലബ്ബാദാരിമി മാത്രം മറുപടി പറയണം. മറുഭാഗത്ത് ഞങ്ങൾ 10 പേരും ചോദിക്കും, ഞങ്ങൾക്ക് 10 പേർക്ക് ചോദിക്കാം. നിങ്ങൾ ലബ്ബാദാരിമി മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ. പിന്നെ ഈ തുല്യൊപ്പിക്കാൻ വേണ്ടി 10 പേര് അവിടെ ഇരുന്നോട്ടെ എന്ന്. അങ്ങനെ എന്താണ്? ലബ്ബാദാരി മാത്രം മറുപടി. ഇവിടുന്ന് ചോദ്യം മാത്രം, ഉത്തരവൊന്നും പറയില്ല. ഞങ്ങൾ ഉത്തരവൊന്നും പറയില്ല, ചോദ്യം മാത്രം. അതിന് ലബ്ബ മറുപടിയും പറയണം. നിങ്ങൾ ഇങ്ങനെ സംവാദം കേട്ടിട്ടുണ്ട് കേരളത്തില്? പക്ഷെ അങ്ങനെ നടന്നു. നമുക്കറിയാം, അതിന്റെ സീഡുകൾ ഇവിടെ ലഭ്യമാണ്. എന്റെ സഹോദരങ്ങൾ ഓരോന്ന് അത് കേൾക്കണം. ഒരാൾ 2 വാങ്ങണം, ഒന്ന് സദഖ ചെയ്യണം, ഒന്ന് സൂക്ഷിച്ചു വെക്കണം. ആ രൂപത്തിൽ വാദപ്രതിവാദം നടന്നു. അവിടെ വളരെ വ്യക്തമായി ഇവരുടെ വ്യാജവാദങ്ങൾ, മുസ്ലിം സമൂഹത്തെ, ആ സമൂഹത്തിന്റെ മുന്നിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജവാദങ്ങളെ, അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ന്യായീകരിക്കാനുള്ള ശ്രമം എന്താ? ന്യായീകരിക്കാനുള്ള ശ്രമം ലബ്ബയുടെ മുന്നിൽ അവർ പറയാ, ഞങ്ങള് ഈ രൂപത്തിൽ ചായ കുടിക്കുമ്പോൾ അത് കള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തടയുകയാണത് ശരിയല്ല. ഒരു മുസ്ലിയാര് ആ വാദപ്രതിവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ളു കുടിക്കാൻ പാടില്ല എന്നിപ്പോ എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. എല്ലാവരും അങ്ങേരിക്കും കള്ളു കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിന്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനമുണ്ടാക്കി. എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്തു പറയും? കള്ള് എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ? ഈ നിർവചനം പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ, കള്ളു കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയാണ്. അപ്പോ ഇവർ അല്ലാത്തൊരു പ്രാർത്ഥിക്കുന്ന ന്യായം ഉണ്ടാക്കിയതാണ്. ഇത് ചായ കുടിക്കുന്ന ആളെ കള്ളു കുടിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലാണ്. ചായ കുടിക്കുന്ന ആളോട് കള്ളു കുടിക്കരുത് എന്ന് പറയുന്നത് പോലാണ്. മറുപടി പറഞ്ഞില്ല ലബ്ബാദാരിമി, വളരെ വ്യക്തമായി സുവ്യക്തമായി അദ്ദേഹം മറുപടി പറഞ്ഞു കൊടുത്തു. ആ മറുപടി ഇത് ശ്രദ്ധിച്ചോളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം, അതായത് മദ്യം കുടിക്കുന്ന, ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ്, നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു എന്നുള്ള ആയത്ത് ഇറക്കിയത് അന്ന് നിലവിലുള്ള ആ മദ്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് തന്നെ ഖംറിന്റെ നിർവചനം എന്താണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എത്രയോ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എന്താണ് മദ്യമെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മദ്യങ്ങളെയും നിരോധിക്കുകയുണ്ടായി. തെങ്ങിൻ കള്ള് നിഷിദ്ധമാണെന്ന് ഖുർആനിലില്ല. അപ്പോൾ അതുപോലെ തന്നെ പല മദ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത്തരം മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖിയാസിയായ ആ പ്രമാണം കൊണ്ട് തന്നെയാണ്. ഖുർആൻ ഒരു മദ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിക്കുന്നത് മദ്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകാനാണ്. കണ്ടോ? അപ്പോ എരന്ന് വാങ്ങി എന്ന് പറയുന്നത് ഇതാണ്. കൃത്യമായി മറുപടി വന്നു. പിന്നെ മിണ്ടിയിട്ടില്ല, സാധു മിണ്ടിയിട്ടില്ല. ഇനി അത് കഴിഞ്ഞാലോ ഇവര് ഇസ്തിഹാസ
ഇങ്ങനെ ചോദിച്ചാൽ നടക്കാം. എന്താ ഇസ്തിഹാസ ഇങ്ങനെ പറഞ്ഞെടുക്കാം? അള്ളാഹ് എത്ര പറഞ്ഞു ചോദിക്കാമോ? എന്ത് ചോദിക്കാം? ഈ ലബ്ബദാലിമി ചോദിച്ചല്ല, എന്താ നിങ്ങൾക്ക് ഇത് അറിയോ? എന്താ ഇസ്തിഹാസ എന്നറിയോ? ഇസ്തിഹാസയുടെ നിർവചനം എന്തെന്നെങ്കിലും അറിയുമോ? ചോദിച്ചു, മിണ്ടാട്ടില്ല. വിശദീകരിച്ചു, യാതൊന്നുമില്ല, യാതൊന്നും പറയാനില്ല. ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. നിങ്ങളുടെ ലക്ഷ്യം ഈ വലാലത്ത് സ്ഥാപിക്കലാണ്. എന്നാൽ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ അകപ്പെട്ടു പോയ ഈ വലാലത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും കരകയറ്റി ഈ സമുദായത്തെ അല്ലാഹുവിലേക്ക്, അവന്റെ തൗഹീദിലേക്ക് തിരിച്ചുവിടാനാണ് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ആ ഭാഗത്തു നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു വിഭാഗം സംഘടിപ്പിക്കുന്ന സ്റ്റേജിൽ എല്ലാം കൈ വെടിഞ്ഞുകൊണ്ട് കയറാൻ കാരണം എന്താണ്? ഈ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാനാണ്. ഞാനത് അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നുവരെ ഇസ്തിഗാസ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ 100 സ്ഥലങ്ങളിൽ ഇസ്തിഗാസ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായ തിരിമറികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇതാരാ? ഇപ്പൊ മുജാഹിദ് പണ്ഡിതന്മാര്, ആ പണ്ഡിതന്മാര് ഗവേഷണം നടത്തിക്കൊണ്ടുവരുന്നതാ? അല്ല, നേരെ മറിച്ച് സുന്നി മഹല്ലുകളിൽ ജോലി ചെയ്തിരുന്നവർ വരെ ഈ പിഴച്ച മാർഗം ഉപേക്ഷിച്ചുകൊണ്ട്, ഈ പിഴച്ച വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.